ഹായ് എല്ലാവർക്കും നമസ്കാരം. ആൻസ് ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മൾ കുറച്ച് ഡാമേജ് പീസുകളുടെ വീഡിയോ ആണ് ചെയ്യുന്നത്. താല്പര്യമുള്ളവർക്ക് വാങ്ങാം. ഓക്കെ, അപ്പം ഡാമേജ് എന്താണെന്നും പറയാം. എന്നിട്ട് ഒരേ പീസ് തന്നെ ആയിരിക്കും, ചിലപ്പോൾ ഡാമേജിൻ്റെ അളവനുസരിച്ചാണ് റേറ്റ് വ്യത്യാസം വരുന്നത് കേട്ടോ. അപ്പോൾ സെയിം പീസ് തന്നെ ഡാമേജ് കൂടുതലുള്ളതിന് ഒരു റേറ്റ് ആയിരിക്കും, ഡാമേജ് കുറവുള്ളതിന് ഒരു റേറ്റ് ആയിരിക്കും കേട്ടോ. അല്ലെങ്കിൽ ഇപ്പോൾ ചോദിക്കും എന്താ ഒരേ പീസായിട്ടും പല റേറ്റ് എന്താണെന്നുള്ളത് മെസ്സേജ് വരും. അതുകൊണ്ട് ഞാൻ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞേ ഉള്ളൂ. അങ്ങനെ ഒരേ പീസുണ്ട് അങ്ങനത്തെ ഡാമേജ് ഉള്ളത്. അപ്പോൾ അതാണ് ഡാമേജിനനുസരിച്ചായിരിക്കും റേറ്റ് വരുന്നത്. റേറ്റ് ഞാൻ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്തേക്കാം കേട്ടോ. പല പല റേറ്റ് ആയതുകൊണ്ട് ഓർത്തിരിക്കത്തില്ല. അതുകൊണ്ട് റേറ്റ് ഓരോന്നിൻ്റെ റേറ്റ് ഞാൻ അതാത് പീസ് കാണിക്കുമ്പം സ്ക്രീനിൽ ഞാൻ കാണിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോരോ പീസായിട്ട് കാണാം. താല്പര്യമുള്ളവർ മാത്രം വാങ്ങിയാൽ മതി. ഡാമേജ് പീസിൻ്റെ ഇടയിലൊക്കെ വന്ന് ഒരുപാട് പേര് ചിലരൊക്കെ നെഗറ്റീവ് കമൻസ് ഒക്കെ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങിയാൽ മതി. യൂഷ്വലി ഡാമേജ് പീസ് ഞാൻ തന്നെ തയ്ച്ചു വിടാറാണ് സാധാരണ പതിവ്. പക്ഷേ ഡാമേജ് പീസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് മെസ്സേജ് അയക്കുന്ന ഒരുപാട് പേരുണ്ട്. കാരണം അറിയാം നല്ല റേറ്റുള്ള മെറ്റീരിയൽ ചെറിയ വിലയ്ക്ക് എനിക്ക് വാങ്ങിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഡാമേജും ഭീകരമായ നിങ്ങൾക്ക് ആ പീസ് ഉപയോഗിക്കാനേ പറ്റാത്ത രീതിയിലുള്ള ഡാമേജുകളൊന്നും തന്നെ ഞാൻ തരുന്ന പീസുകൾക്ക് കാണത്തില്ല. അത് എൻ്റെ നിന്ന് ഡാമേജ് പീസ് വാങ്ങിച്ചിട്ടുള്ളവർക്കറിയാം. നിങ്ങൾക്ക് തയ്യലിലൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഡാമേജുകൾ മാത്രമേ ഉള്ളൂ. അല്ലാതെ തീരെ ഉപയോഗിക്കാനേ പറ്റാത്ത പീസുകളല്ല ഡാമേജ് പീസായിട്ട് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് താല്പര്യമുള്ളവർ മാത്രം വാങ്ങിച്ചാൽ മതി. സമയം കളഞ്ഞ് നമുക്ക് ഓരോരോ പീസായിട്ട് കാണാം. ഇതാണ് ആദ്യത്തെ പീസ് കേട്ടോ. ഇത് വൈറ്റിൽ വരുന്നതാണ്. 2.5 മീറ്ററിൻ്റെ ടോപ്പ് ഉണ്ട് കേട്ടോ. ഇത് വൈറ്റിൽ വരുന്നത് അത് ഓൾറെഡി നമ്മുടെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. നല്ല നീളവും വീതിയൊക്കെയുള്ള മെറ്റീരിയലാണ് കേട്ടോ. ജയ്പൂർ കോട്ടൻ്റെ ആണ്. എനിക്കൊന്നൊരു 4XL വരട്ടെ കേട്ടോ. നല്ല നീളം വീതിയുള്ള മെറ്റീരിയലാണ്. രണ്ട് സൈഡും ഡിസൈനൊക്കെ ഉണ്ട്. ഇതിൻ്റെ പ്രശ്നം വെച്ചാൽ ടോപ്പിനൊന്നും കുഴപ്പമൊന്നുമില്ല. ടോപ്പ് ഇതാണ് അതിൻ്റെ ബോട്ടം. ബാട്ടിക്കിൻ്റെ ബോട്ടമാണ് കേട്ടോ. ടോപ്പിനും ബോട്ടത്തിനും ഒന്നും കുഴപ്പമില്ല. ദുപ്പട്ടയിൽ ശകലം ഒരു കീറലുണ്ട്. ഇതേപോലെ ഇത് കണ്ടോ, ഇതേപോലെ ഇതിങ്ങനെ. പക്ഷേ നിങ്ങൾക്ക് ഇഴയിട്ട് നിങ്ങൾക്ക് സ്റ്റിച്ചിങ്ങിൽ അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. കോട്ടാഡോറിയയുടെ ദുപ്പട്ടയാണ് കണ്ടോ. ഇതുപോലെ ഒരു 2-3 ഇടത്തുണ്ടെന്ന് തോന്നുന്നു. 2-3 ഇടത്തുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതുപോലെ ചെറിയ ചെറിയ കീറലാണ് കേട്ടോ. ഇതേപോലെ കണ്ടോ, ചെറിയ ചെറിയ കീറലാണ്. ഇത് നിങ്ങൾക്ക് സ്റ്റിച്ചിങ്ങിൽ ശരിക്കും അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, റേറ്റ് ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്തേക്കും. ഇതാണ് ആദ്യത്തെ പീസ്. ഇനി ഇതിൻ്റെ തന്നെ വേറൊരു കളറും കൂടി ഉണ്ട്. ഇതാണ് അതിൻ്റെ അടുത്ത കളറാണ് കേട്ടോ. അതൊരു ഗ്രേ ആണ്. ആ സെയിം പീസ് തന്നെയാണ് കേട്ടോ. 2.5 മീറ്റർ ഉണ്ട്. ടോപ്പ് 2.5 മീറ്റർ ഉണ്ട്. 4XL 5XL വരെ തയ്ക്കാനുള്ള തുണിയുണ്ട്. നല്ല വീതിയുള്ള തുണിയാണ് കേട്ടോ. ഇതാണ് അതിൻ്റെ പാൻറ്റ്. ബാട്ടിക്കിൻ്റെ പാൻറ്റാണ്. പാൻറ്റ് വെച്ചും വേണമെങ്കിൽ നിങ്ങൾക്കൊരു ടോപ്പ് തയ്ക്കാം. പാൻറ്റും 2.5 മീറ്റർ ഉണ്ട്. ഇതിൻ്റെ ദുപ്പട്ടയിൽ ഒരു ശകലം ഒരു കളർ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അതെവിടെയാണെന്നും ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം നോക്കുമ്പോൾ ജസ്റ്റ് ഇതേ അതായത് കണ്ടോ, ഒരു ശകലം നിറം ഇളകി പിടിച്ചിട്ടുണ്ട്. ഇതേ ഉള്ളൂ. വളരെ ചെറിയ ഡാമേജാണ്. അതുകൊണ്ട് തന്നെ മറ്റതിനേക്കാൾ ഇതിൻ്റെ റേറ്റ് കൂടുതലായിരിക്കും കേട്ടോ. ഈ ഒരു ചെറിയ ഡാമേജേ ഉള്ളൂ. ചിലപ്പോൾ ഒരു 2 കഴിയുമ്പോൾ ചിലപ്പോൾ ഇത് പോകാനും മതി. വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. കീറലോ അങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങളും ഇല്ല കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡാമേജ്. ഇനി അടുത്തൊരു പീസ് കാണാം. അടുത്ത പീസ് ഇതാണ് കേട്ടോ. ഒരു ബാട്ടിക്കിൻ്റെ ആണ്. ഇതൊരു 880 രൂപയുടെ പീസായിരുന്നു. ഇതിന് ടോപ്പിനും ഒന്നും യാതൊരു പ്രശ്നവുമില്ല. ഇതാണ് ടോപ്പ്. ഇതൊക്കെ ഓൾറെഡി എനിക്ക് ഇതിൻ്റെ വേറെ കളേഴ്സൊക്കെ നമ്മുടെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഈ കളർ കാണിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. കണ്ടോ, നല്ല വീതിയുള്ള പീസാണ്. ബാക്ക് സൈഡ് ഇങ്ങനെ വരും. ടോപ്പിനൊന്നും യാതൊരു പ്രശ്നവുമില്ല. നിങ്ങൾ മെസ്സേജ് അയച്ചാൽ ഫോട്ടോസ് അയച്ചുതരാം കേട്ടോ. ഇതാണ് ദുപ്പട്ട. ദുപ്പട്ടയ്ക്ക് യാതൊരു പ്രശ്നമില്ല. കണ്ടോ, ഇങ്ങനെ ദുപ്പട്ട വരിക. ഞാൻ ഫുള്ളായിട്ട് നിവർക്കുന്നില്ല കാരണം ഇതിലൊന്നും ഡാമേജ് ഇല്ല. അതിൻ്റെ പാൻറ്റിനാണ് പ്രശ്നം. പാൻറ്റിലെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ കീറലും ഒന്നുമല്ല, ജസ്റ്റ് കുറച്ച് കളർ ചേഞ്ച് ഉണ്ട്. അത് വീഡിയോയിൽ കറക്റ്റായിട്ട് കിട്ടുമെന്ന് എനിക്ക് അത്ര ഉറപ്പില്ല. ഫോട്ടോയൊക്കെ എടുക്കുമ്പോൾ അതങ്ങനെ കറക്റ്റായിട്ട് ഫോട്ടോയിലൊന്നും കിട്ടുന്നില്ല. ഇങ്ങനെ ഒരു ഡബിൾ കളർ പോലെ വരുന്നുണ്ട്. കീറലിലെ പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷേ ഒരു കളർ ചേഞ്ചാണ്. ശരിക്ക് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അവിടെയായിട്ട് ഇങ്ങനെ ഒരു ചിലയിടത്ത് കളർ കൂടുതൽ, ചിലയിടത്ത് കളർ കുറവ്, അങ്ങനെ കണ്ടോ. എനിക്കറിയാൻ വയ്യ, നിങ്ങൾക്കത് കാണാൻ, എനിക്കത് വീഡിയോയിലൂടെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കേട്ടോ. കളർ കൂടുതൽ കളർ കുറവായിട്ട് അങ്ങനെ ഉണ്ട്. അതേ ഉള്ളൂ, വേറെ ഡാമേജ് ഒന്നുമില്ല. ഓക്കെ, അടുത്ത പീസ് കാണാം. ഇതാണ് അടുത്ത പീസ്. ഇതിൻ്റെ ടോപ്പിനും ബോട്ടത്തിനൊന്നും യാതൊരു കുഴപ്പമില്ല. ദുപ്പട്ടയിൽ ചെറിയൊരു കീറലുണ്ട്. ഇതൊക്കെ നല്ല റേറ്റുള്ള മെറ്റീരിയലാണ് കേട്ടോ. മെറ്റീരിയലിൻ്റെ റേറ്റ് അനുസരിച്ചായിരിക്കും അതിൻ്റെ ഡാമേജ് പ്രോഡക്റ്റിൻ്റെ റേറ്റ് വരുന്നത്. ഇപ്പോൾ 1000 രൂപയുടെ മെറ്റീരിയലിൻ്റെ ഡാമേജ് പീസിൻ്റെ റേറ്റ് ആയിരിക്കത്തില്ല 500 രൂപയുടെ മെറ്റീരിയലിൻ്റെ ഡാമേജ് പീസ്. അപ്പോൾ 500 രൂപയുടെ ചിലപ്പോൾ 300 കാണുള്ളൂ. പക്ഷേ 1000 രൂപയുടെ തന്നെ ചിലപ്പം 750 വരും കേട്ടോ. അത് ആ പീസിൻ്റെ റേറ്റ് അനുസരിച്ചാണ്. പിന്നെ നമ്മളുടെ ഡാമേജിൻ്റെ ഇതനുസരിച്ച്. ഇതിൻ്റെ ടോപ്പിനൊന്നും യാതൊരു പ്രശ്നമില്ല. 4XL വരെ തയ്ക്കാനുള്ള തുണിയുണ്ട്. 2.5 മീറ്ററാണ് ടോപ്പ്. ഉണ്ടോ, നല്ല ഒരു ബ്രൗൺ ആണ് കേട്ടോ. ഒരു ടൈപ്പ് ഓഫ് ബ്രൗൺ കളറാണ്. ബ്രൗണും മെറൂണും കൂടെയാണ് വന്നിരിക്കുന്നത്.
ഇതാണ് അതിൻ്റെ ബോട്ടം. ബോട്ടവും 2.5 മീറ്റർ ഉണ്ട്. ഇതിൻ്റെ ദുപ്പട്ടയ്ക്കാണ് ചെറിയൊരു ഡാമേജ് ഉണ്ട്. ദുപ്പട്ടയിൽ ചെറിയൊരു കീറലുണ്ട്. നേരത്തെ കണ്ടായിരുന്നു. ഇപ്പം അതേണ്ട ഇതുണ്ടോ, ദുപ്പട്ടയുടെ സൈഡിൽ ഇങ്ങനെ ചെറിയൊരു കീറലുണ്ട്. ഇത് തയ്ച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. കണ്ടോ, ഇങ്ങനെ വരും, ചെറിയൊരു കീറലുണ്ട്. ഇതിങ്ങനെ ഈ സൈഡ് ഇങ്ങനെ മടക്കി അടിച്ചാൽ ഈ പ്രോബ്ലം അങ്ങ് തീരും. വേറെ യാതൊരു പ്രശ്നങ്ങളുമില്ല. വളരെ ചെറിയൊരു ഡാമേജാണ്. അതുകൊണ്ട് ഡാമേജിനനുസരിച്ചായിരിക്കും കേട്ടോ റേറ്റ് വരുന്നത്. വളരെ ചെറിയൊരു ഡാമേജാണ് കേട്ടോ. ഈ സൈഡിലൊരു ചെറിയ കീറൽ. ഇത് തയ്ച്ച് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇതിന് തന്നെ വേറെ ഒരു കളർ കൂടെ ഉണ്ട്. അതിൻ്റെ തന്നെ ഗ്രീന്, നല്ല അടിപൊളി ഒരു ഗ്രീൻ കളറാണ് കേട്ടോ. സൂപ്പർ ഗ്രീൻ, നല്ല ഈ മാവലയുടെ ഒക്കെ ഒരു ഗ്രീൻ കളർ ഉണ്ടല്ലോ, ആ ഗ്രീനാണ്. ഇതും സെയിം. ടോപ്പിനൊന്നും യാതൊരു പ്രശ്നവുമില്ല. ടോപ്പിന് യാതൊരു പ്രോബ്ലവും ഇല്ല. ബോട്ടത്തിനും യാതൊരു പ്രശ്നവുമില്ല. ഇതാണ് ബോട്ടം. ഓക്കെ, ടോപ്പും ബോട്ടവും നല്ല കണ്ടീഷനിലാണ്. പ്രോബ്ലം ദുപ്പട്ടയ്ക്കാണ്. അതുപോലെ തന്നെ ഒരു കീറലുണ്ട്. ഇത് കണ്ടോ, ഇതുപോലൊരു സംഗതി. കീറലല്ല, ഇതുപോലൊരു ത്രെഡ് ഇങ്ങനെ കൂടിച്ചേർന്ന് ഇങ്ങനെ നിൽക്കുന്നത് കണ്ടോ. ഇതാണ് ഈ ത്രെഡ് ലാസ്റ്റ് അവസാനിക്കുന്നിടം, ത്രെഡ് അവസാനിക്കുന്നിടം എന്തോ ആയിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. ഇതുപോലെ വരും കേട്ടോ. കീറലൊന്നുമല്ല, ജസ്റ്റ് ഇങ്ങനെ ഒരു ത്രെഡ് ഇങ്ങനെ കൂടിച്ചേർന്ന് ഇങ്ങനെ നിൽക്കുന്നു. ഇതാണ് ഇതിൻ്റെ ഡാമേജ്. വേറെ യാതൊരു ഡാമേജും ഇല്ല. ഓക്കെ, നമുക്ക് അടുത്ത പീസ് നോക്കാം. ഇതാണ് അടുത്ത പീസ്. ഇതൊരു ഫ്ലൂറസെൻറ്റ് ഗ്രീൻ കളറാണ് കേട്ടോ. ഇത് റേറ്റ് കുറവുള്ളൊരു മെറ്റീരിയലായിരുന്നു. കണ്ട് 550 650 ആ ഒരു റേഞ്ചിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിന് നിങ്ങൾക്ക് റേറ്റും കുറവായിരിക്കും. അതുപോലെ തന്നെ ദുപ്പട്ട കംപ്ലീറ്റ്ലി ഡാമേജാണ്. കംപ്ലീറ്റ്ലി ഡാമേജ് മീൻസ് ഫുള്ള് പ്രിൻ്റാണ്. ഞാൻ കഴുകി നോക്കി, പോകുന്നത് ലക്ഷണമില്ല. ദുപ്പട്ട വേണ്ടവർക്ക് ഞാൻ ദുപ്പട്ടയും കൂടെ അയച്ചു തരാം. ഇല്ലെങ്കിൽ ഞാൻ ടോപ്പിനും ബോട്ടത്തിനും മാത്രമായിട്ടാണ് റേറ്റ് ഇടുന്നത്. കാരണം ദുപ്പട്ട നിങ്ങൾക്ക് കിട്ടിയിട്ടും യാതൊരു പ്രയോജനമില്ല. അതിൽ കംപ്ലീറ്റ് എന്തൊക്കെയോ അവർ എഴുതി കുത്തി വരച്ചൊക്കെ വെച്ചിരിക്കുകയാണ്. അത് ഞാൻ കഴുകി നോക്കിയിട്ടൊന്നും പോകുന്നില്ല. ഇല്ലെങ്കിൽ ഈ ടോപ്പും പാൻറ്റും മാത്രമായിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാം. ഇത് വളരെ റേറ്റ് കുറവായിട്ടായിരിക്കും, കാരണം ദുപ്പട്ട ഇല്ല. പിന്നെ ഓൾറെഡി ഇത് റേറ്റ് കുറവുള്ള മെറ്റീരിയലായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് വളരെ നിസ്സാര റേറ്റിലായിരിക്കും വാങ്ങിക്കാൻ പറ്റുന്നത്. റേറ്റ് ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം കേട്ടോ. ദുപ്പട്ട വേണമെന്നുള്ളവർക്ക് ദുപ്പട്ട അയച്ചു തരാം. പക്ഷെ ദുപ്പട്ട കിട്ടിയിട്ട് ഒരു കാര്യമില്ല. ഞാനത് ആദ്യമേ പറയാണ് കേട്ടോ. ഇനി അടുത്ത പീസ്. ഇതാണ് അടുത്ത പീസ്. ഇതൊക്കെ ഓൾറെഡി എൻ്റെ ചാനലുള്ളവർ കണ്ടിട്ടുണ്ടായിരിക്കും. ഇതിൽ കംപ്ലീറ്റ് എന്തോ പ്രിൻറ്റിങ് മിസ്റ്റേക്കാണ്. കംപ്ലീറ്റ്ലി പ്രിൻറ്റിങ് മിസ്റ്റേക്കാണ്. പിന്നെ കംപ്ലീറ്റ്ലി എന്തൊക്കെ പ്രശ്നമുണ്ട്. ഇതിൽ ദുപ്പട്ടയ്ക്കും ഉണ്ട് കേട്ടോ. ഇതുപോലത്തെ പ്രിൻറ്റിങ് പ്രോബ്ലംസ് ആണ് കേട്ടോ. കട്ട് ചെയ്ത് പോകുന്ന ഭാഗത്താണ്, പക്ഷെ എന്നാൽ കൈക്കൊക്കെ വേണ്ടിയിട്ട് എടുക്കാൻ പറ്റുന്ന പോർഷനിലൊക്കെ ഉണ്ട് കേട്ടോ. ഈ സൈഡിൽ കേട്ടോ കംപ്ലീറ്റ് ആയിട്ട് പ്രിൻറ്റിങ് പ്രോബ്ലംസ് ഉണ്ട്. പാൻറ്റിനൊന്നും ഒരു കുഴപ്പമില്ല. ഇതാണ് ഇതിൻ്റെ പാൻറ്റ്. നല്ല പ്യുവർ കോട്ടൺ ഫാബ്രിക്കാണ് കേട്ടോ. ദുപ്പട്ടയ്ക്കും എന്തോ ഒരു ചെറിയ ഇതുണ്ട്. ആ ദുപ്പട്ടയ്ക്കും ഉണ്ട് കേട്ടോ. ദുപ്പട്ടയുടെയും പ്രിൻ്റ് ഉണ്ടോ, ഇങ്ങനെ ഇങ്ങനെ ഒരു ഈവനായിട്ടല്ല ദുപ്പട്ട. പ്രിൻറ്റ് വളരെ ഇതായിട്ടാണ്. അതുപോലെ തന്നെ ബ്ലാക്ക് കളർ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ കയറി കിടക്കുകയാണ്. ഓക്കെ, കീറലൊന്നുമില്ല. ഈ പ്രിൻറ്റിങ് പ്രോബ്ലംസ് ആണ്. ഈ സൈഡിൽ കറക്റ്റായിട്ട് ഇട്ടിട്ടുള്ളത് ദുപ്പട്ട. പക്ഷേ ഇപ്പുറത്തെ സൈഡിൽ കേട്ടോ ഇങ്ങനെയാണ്. ഓക്കെ, നിങ്ങൾക്ക് ഡെയിലി യൂസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും. കീറലും കുഴപ്പങ്ങളൊന്നുമില്ല. ഇനി ഇതിൻ്റെ ഒരു ഡിസൈനും കൂടെ ഉണ്ട്. ഈ ഡിസൈനാണ്. ഇതിന് ടോപ്പിന് കുഴപ്പമൊന്നും ഇല്ലെന്നാണ് തോന്നുന്നത്. ടോപ്പിൽ നിങ്ങൾക്ക് ലെങ്ത് അത്ര കിട്ടത്തില്ല. കാരണം അതിൻ്റെ ഇവിടെ കണ്ടോ, ഈ സൈഡിൽ കുറച്ച് കൂടുതൽ പോർഷൻ ഇങ്ങനെയാണ്. അപ്പോൾ തയ്ച്ചെടുക്കുമ്പോൾ ഇത്രയും ഭാഗം നിങ്ങൾക്ക് പോകും. ഇത്രയും ഭാഗം മടക്കി എടുക്കാനായിട്ട് പറ്റുള്ളൂ. ഈ പഞ്ചാബി ടോപ്പൊക്കെ തയ്ക്കുന്ന പോലെ തയ്ക്കാം, അല്ലെങ്കിൽ വീട്ടിലിടാൻ വേണ്ടി തയ്ക്കാം. നല്ല കോട്ടണാണ്, നല്ല സൂപ്പർ പ്യുവർ കോട്ടൺ എന്ന് പറഞ്ഞാൽ പ്യുവർ കോട്ടൺ ഫാബ്രിക്കാണ്. അതുപോലെ പാൻറ്റിലും അതുപോലെ തന്നെ ഇത്ര പ്രിൻറ്റിങ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. കുറേ കീറലൊന്നുമില്ല. ഇതിങ്ങനെ എന്തൊക്കെയോ പ്രിൻറ്റിങ് പ്രോബ്ലംസ് ആണ് കേട്ടോ. എല്ലാത്തിനും കൂടുതലായിട്ടുള്ളത് പ്രിൻറ്റിലൊക്കെ വരുന്ന എന്തോ പ്രശ്നങ്ങളാണ്. ദുപ്പട്ടയ്ക്കും ഉണ്ട് ഇതിൻ്റെ. എല്ലാം പ്രിൻറ്റിങ് പ്രോബ്ലംസ് ആണ് കേട്ടോ. ഡൈ ഇങ്ങനെ അതല്ല
അത്രയൊക്കെ ഉള്ളൂ എന്ന് തോന്നുന്നു. പ്രിൻറ്റിങ് ചെറിയ ചെറിയ പ്രിൻറ്റിങ് മിസ്റ്റേക്സ് ആണ് കേട്ടോ, വേറെ പ്രശ്നമൊന്നുമില്ല. ഇനി അടുത്തത് ഒരു വൈറ്റ് കളറിലെ കോട്ടൻ്റെ, ഇതിലും അഴുക്കാണ്. ഇത് നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ കാണിച്ചിട്ടുള്ളതാണ്. പെട്ടെന്ന് എല്ലാം സോൾഡ് ആയിട്ടുള്ളതാണ് ഇതിൻ്റെ പീസുകളൊക്കെ. ചിക്കൻ കറി ബാക്ക് സൈഡ് പ്ലെയിൻ ആണ്, ഫ്രണ്ട് സൈഡിലാണ് അഴുക്ക്. അഴുകിയെടുത്താൽ ഓക്കെ ആകും. കണ്ടോ അഴുക്ക് കണ്ടോ? വൈറ്റ് ആയതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. മറ്റ് കളേഴ്സും എല്ലാം ആയിരുന്നെങ്കിൽ പ്രോബ്ലം തന്നെ. കണ്ടോ അഴുക്ക് കണ്ടോ? പക്ഷെ കഴുകിയാൽ പോവുമായിരിക്കും, വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. ഈ ഒരു അഴുക്കാണ്. ഓട്ടത്തേലും ഉണ്ടെന്ന് തോന്നുന്നു, കുറച്ചവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ അഴുക്ക് പോലെ. ഓട്ടത്തേലും ഉണ്ട് ജസ്റ്റ് ചെറിയ കളർ പിടിച്ചതും അങ്ങനെയൊക്കെ. ദുപ്പട്ടയ്ക്ക് പ്രോബ്ലം ഒന്നുമില്ല കേട്ടോ. ദുപ്പട്ട നല്ല ദുപ്പട്ടയാണ്, ദുപ്പട്ടയ്ക്ക് പ്രോബ്ലം ഒന്നുമില്ല. ഇനി ഇതിൻ്റെ തന്നെ ഒരു പീസ് കൂടെ ഉണ്ട്, സെയിം പീസാണ്, പക്ഷെ അതും ഇതുപോലെ അഴുക്കാണ് ടോപ്പേൽ. ടോപ്പിലോ നോക്കട്ടെ. എന്നിട്ട് ടോപ്പിലല്ല, ഇങ്ങനെ സൈഡിലത്തെ തുണിയിലാണ് കേട്ടോ. അതായത് കണ്ടോ ഇങ്ങനെ ചെറിയ ചെറിയ കണ്ടോ ചെറിയ ചെറിയ അഴുക്കുകളാണ്. അഴുക്കാണ് എല്ലാത്തിലും പ്രശ്നം, അഴുക്കാണ്. ഇത് കീറലൊന്നുമില്ല. ചിലപ്പോൾ 1-2 കഴിയുമ്പോൾ അങ്ങ് പോകുമായിരിക്കും. പാൻറ്റിൽ ഇങ്ങനെ ചെറിയ അഴുക്ക്. ഇത് ഈ വൈറ്റ് ആയതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. ദുപ്പട്ട സെയിം തന്നെ, പ്രശ്നമൊന്നുമില്ല. 2 അഴുക്കാണ് പ്രശ്നം. പിന്നെ അടുത്തത് ഈ വൈറ്റിൻ്റെ തന്നെ ജോർജറ്റാണ് കേട്ടോ. ഇത് അഴുക്കാണ് പ്രശ്നം, എവിടെ ആണെന്ന് കണ്ടുപിടിക്കാനാണ് പാട്. സൈഡിലാണ് കട്ട് ചെയ്ത് പോകുന്ന ഭാഗത്താണ് കേട്ടോ. അത് ഇതുണ്ടോ കാണാവോ? കണ്ടോ അഴുക്ക്, അതുപോലെ അഴുക്കുണ്ട്. പിന്നെ പാൻറ്റും ലൈനിങ്ങും കൂടാണ് കേട്ടോ, 4 മീറ്റർ. അതിന് കുഴപ്പമൊന്നുമില്ല. ദുപ്പട്ടയിലും അഴുക്കുണ്ടെന്ന് തോന്നുന്നു. ദുപ്പട്ടയിലും ചെറിയൊരു ഇതുണ്ടോ കാണാമോ? ചെറുതായിട്ടൊരു കളർ പിടിച്ചേക്കുന്ന പോലെ. ഓക്കെ, ഇതൊക്കെയാണ്. വൈറ്റ് ആയതുകൊണ്ടാണ് ഇതൊക്കെ നമുക്ക് ഈ ചെറിയ ചെറിയ കളർ പിടുത്തങ്ങൾ വലിയ പ്രശ്നമാണ് വൈറ്റ് ആകുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് പീസുകൾ, വേറെ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇത്രയൊക്കെയാണ് പീസുകൾ. അപ്പോൾ ഞാൻ എൻ്റെ റേറ്റ് ഓരോന്നിൻ്റെയും കൂട്ടത്തിൽ ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്തേക്കാം. താല്പര്യമുള്ളവർ മാത്രം വാങ്ങിക്കുക, താല്പര്യമുണ്ടെങ്കിൽ വാങ്ങിക്കുക, അത്രേ ഉള്ളൂ. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഡാമേജ് പീസ് ഉണ്ടോ എന്ന്, അതുകൊണ്ട് മാത്രമാണ് വീഡിയോ ചെയ്യുന്നത്. കാരണം ഈ ഓരോ ഡാമേജും ഇങ്ങനെ എടുത്തെടുത്ത് കാണിച്ച് നമുക്ക് അവർക്ക് ഫോട്ടോ അയച്ചു കൊടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. വീഡിയോ ആയിട്ടാകുമ്പം താല്പര്യമുള്ളവർ വാങ്ങട്ടെ, രണ്ടാമത്തൊരു വാങ്ങിക്കണ്ട. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. ബൈ.